നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ അതിശക്തമായ ഇടപെടലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു ചതി വരാനിരിക്കുന്നുവെന്ന് പലസ്തീൻ ജനത അന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഗാസ ഏറ്റെടുക്കുമെന്ന ഭീഷണി ആവർത്തിക്കുകയാണ് ട്രംപ്. ഗാസയിലെ 22 ലക്ഷം പാലസ്തീനികളെ സമീപ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് വികസിപ്പിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതുവരെ പലസ്തീൻ ജനതയ്ക്ക് പ്രത്യക്ഷത്തിൽ ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇസ്രയേലായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വന്തക്കാരായ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ട്രംപ് പ്രസ്താവന ആവർത്തിച്ചു. ഞങ്ങൾ ഗാസ കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങൾക്ക് അത് വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല. വാങ്ങാനൊന്നും അവിടെ ഇല്ല. ഞങ്ങൾ ഗാസയെ സ്വന്തമാക്കുകയും ഗാസയെ പരിപോഷിക്കുകയും ചെയ്യും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. തികച്ചും ആശങ്കയിൽ നിൽക്കുകയാണ് സ്വാഭാവികമായും പലസ്തീൻ ജനത. ട്രംപിൻ്റെ ഈ വാക്കുകൾ സാധ്യമാവാൻ സാധ്യതയുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ശിവദാസനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ ഇടപെടലൊക്കെ നടത്തിയതാണ് ട്രംപ്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ ഗാസയിലെ 22 ലക്ഷത്തോളം വരുന്ന ആളുകളെ സമീപ രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ട് ഈ സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ അങ്ങ് വികസിപ്പിക്കുമെന്നാണ്. ഇത് എന്താണ് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. അതായത് ഞാൻ ശിവദാസൻ ബാലരാമപുരം. മനസ്സിലായി ശ്രീ ശിവദാസൻ, പറഞ്ഞോളൂ. ഓക്കെ. അത് സാറേ, ട്രംപ് അധികാരത്തിൽ വരും മുമ്പേ അദ്ദേഹം ഒരു വാക്കുണ്ടായിരുന്നു. പാലസ്തീനിൽ വെടി നിർത്തുമെന്നും ഇസ്രായേലിൽ പാലസ്തീനെ അവിടെ നിർത്തുമെന്നൊരു ഇത് ഉണ്ടായിരുന്നു. ഒരുപാട് വാക്കുകളുണ്ടായിരുന്നു. കുടിയേറ്റക്കാർ ഒഴിപ്പിക്കുമെന്നും ഉണ്ടായിരുന്നു. അത് അമേരിക്കയിൽ ടെക്സ്റ്റൈൽസ് എന്നൊരു സിറ്റിയിൽ ഇന്ത്യക്കാർ തന്നെ 22,000 ആൾക്കാർ ഇപ്പോഴും അധികൃതമായി ഒഴിയുന്നുണ്ട്. വ്യക്തമാണത്. അപ്പോൾ തിരിച്ച് പല വൈറൽ ജനിച്ച ശേഷം വലിയ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷേ ഗാസ പറഞ്ഞ കാര്യം അവർ തെറ്റിച്ചു. ഈ മോദികളെല്ലാം ഈ ബന്ദികളെല്ലാം മോചിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബന്ദികളെല്ലാം മോചിപ്പിച്ചു. അവര് തെറ്റിച്ചൊന്നുമില്ല ശ്രീ ശിവദാസൻ. അവിടെ ആ വ്യവസ്ഥ അനുസരിച്ച് അവിടുന്ന് ഇത്ര പേരെ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടുന്ന് അത്ര പേരെ അങ്ങോട്ട് വിടുന്നു. ആ രീതിയിൽ തന്നെ. അതിനിടയിൽ ഇസ്രയേലാണ് ഗാസയ്ക്ക് മേൽ വീണ്ടും ചില ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അത് സാറേ ഒക്കെ ഞാൻ കണ്ടാണ്. പക്ഷേ രണ്ടുപേരും ഒരു ഗർഭിണിയും അല്ലാത്തൊരാളും അവിടുത്തെ സ്വാഭാവികമായ ഒരു രീതിയിൽ മരിച്ചതാണ്. അത് അതിൽ ഇവരായിട്ട് യുദ്ധത്തിൽ അടിസ്ഥാനത്തിൽ ഉള്ളതല്ല. അത് വെച്ചുകൊണ്ട് ട്രംപിന് ഒരു പ്രത്യേക അമേരിക്കൻ യുദ്ധത്തിൽ പ്രസിഡന്റ് ആവൂലെന്ന് അദ്ദേഹത്തെ അവസാനത്തെ ട്രംപിന് എന്ത് കാര്യമാണ് ഈ ഗാസയിൽ പോയി ആ രാജ്യം ഏറ്റെടുക്കും, ആ സ്ഥലം ഏറ്റെടുക്കും എന്നൊക്കെ പറയാൻ? അത് പറയുന്ന അധികാരികളല്ലേ പറയുന്നത്. അതിവിടെ കേൾക്കാരും ഇല്ലല്ലോ. കാരണം ഇന്ത്യക്കാരുടെ പട്ടിയെ പോലെ വിലങ്ക് വെച്ച് പ്ലെയിനിൽ പോയി ഞാൻ പരാജയം എത്ര കൂടുന്നായാൽ പോലും പ്ലെയിനകത്ത് കൈയും കാലും വിലങ്ങ് വയ്ക്കൂല. അത് വെച്ചിട്ട് പ്ലെയിനകത്ത് പോലും മൂത്രമൊഴിക്കാനോ ഒരു താമസിക്കാതെ നായ്ക്കളെ പോലെ കൈയിലും കാലും വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടില്ലേ? ഇന്ത്യക്കാർ കണ്ടില്ലേ? ഇവിടെ പ്രതിപക്ഷം ആരെങ്കിലും അടങ്ങിയിട്ടുണ്ടോ? കുറച്ചൊക്കെ വന്നു. ഇത് ഞാൻ കണ്ടവനാ. അപ്പൊ ഇന്ത്യക്കാർ വിലയില്ലാകുന്ന സ്ഥലത്ത് 10-20 വർഷം കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടാൽ ലോക രാജ്യങ്ങൾ പേടിക്കും. അന്ന് ഇന്ത്യക്കാരൻ പോയി നിന്ന ഈ പാസ്പോർട്ട് കളർ കണ്ടാൽ മാറിയിരിക്കാൻ പറയും. പക്ഷേ 10-15 വർഷക്കാലം കൊണ്ട് വില ഉണ്ടായിരുന്നു. ആദ്യം ഇപ്പോൾ നിസ്സാരമായ അത് എന്താ എനിക്ക് പ്രയാസമുണ്ട്. നിസ്സാരം ഒരാഴ്ചയുള്ളൂ. അത് ആ വില കളഞ്ഞു. അത് കളഞ്ഞതായിരുന്നു ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയുടെ കഴിവ് തന്നെയാണ്. മോദി എന്തിനാ എത്തിന്റെ തോളിൽ കഴിയാൻ പോകുന്നത്? എന്തിന് കഴിയാൻ പോകുന്നത്? അന്നേരം തമ്പിയാണോ? അങ്ങനെക്ക് മുഖമില്ലേ? അങ്ങനെക്ക് ഭാര്യ മക്കളില്ലെങ്കിൽ ഇന്ത്യക്കാർ മൊത്തം അദ്ദേഹത്തിന്റെ മക്കളാണ്. അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. നായ്ക്കളെ പോലെ കയറ്റി വിട്ടത്. അപ്പുറം കാണിക്കും. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും ഇസ്രയേലിനെ മാത്രം പേടിച്ചാൽ മതിയാകുന്ന അവസ്ഥയായിരുന്നു. പരോക്ഷ സഹായമൊക്കെ പരോക്ഷമായും പ്രത്യക്ഷമായും സഹായമൊക്കെ അമേരിക്ക നൽകിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നു ഞങ്ങൾ ഗാസ ഏറ്റെടുക്കുമെന്ന്. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തിൽ വേൾഡ് സംഘം ആക്രമണം നടത്തപ്പോൾ അമേരിക്കയില് എല്ലാ രാഷ്ട്രങ്ങളും അവലംബിച്ചു അല്ലെ? ഓർമ്മിച്ചില്ലേ? 2011 അതെ. അപ്പോ ആ രാജ്യത്തെ ആക്രമിക്കുന്നതിനോ മറ്റേ ഇതൊക്കെ നമ്മൾ എല്ലാ രാജ്യങ്ങളും എതിർക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ പലസ്തീന ജനങ്ങളെ ആട്ടി ഓടിക്കുന്ന പരിപാടിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അമേരിക്കക്ക് എന്ത് അധികാരമുണ്ട് വിചാരിച്ചിട്ട് എന്തും കളിക്കാന്നുള്ള ആ തന്റെ ഇടം ശരിയല്ല. ഇനിയും ഇതുപോലെ അക്രമങ്ങൾ അവിടെ എന്തൊക്കെ നടക്കുന്നത്? കലാപങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കത്തിക്ക് പോകുന്നത്, തീ കത്തുന്ന എന്തൊക്കെ അലം കാണിച്ചിട്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഓർമ്മയില്ലല്ലോ അമേരിക്കക്കാർക്ക് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അതൊട്ടും ശരിയല്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ,
ട്രംപ് വീണ്ടും ആവർത്തിക്കുകയാണ്. ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു വന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ ഗാസ ഏറ്റെടുക്കുമെന്ന്. അത് ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് വന്നപ്പോൾ ഇപ്പോൾ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ചർച്ച നടത്തിയ ശേഷവും വീണ്ടും ട്രംപ് പറയുന്നു അവിടുത്തെ 12 ലക്ഷത്തോളം വരുന്ന ആളുകളൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ച് സമീപ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ വലിയ വികസനമൊക്കെ നടത്താൻ പോകുന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അത് അമേരിക്കയുടെ മാടമ്പിത്തരം എന്നേ പറയാനുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നടക്കം മാറ്റിയിട്ട് അവര് വേതനം കൊണ്ടുപോകാൻ അവരുടെ തറവാട്ട് സ്വത്താണോ ഗാസ? അങ്ങനെ ലോകരാജ്യത്തിന്റെ ഉടമസ്ഥ ട്രംപിന് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രേക്ഷകർ സംസാരിക്കുമ്പോൾ താങ്കൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ സാർ അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യേണ്ടതായിരുന്നു? രാജ്യത്ത് അതിക്രമിച്ച് കയറ്റി വിസയും പാസ്പോർട്ട് ഇല്ലാതെ അവിടെയുള്ള പൗരന്മാർ അവർ കയറ്റി അവരെ നിയമമനുസരിച്ച് കയറ്റി അയക്കുമ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി എന്ത് ചെയ്തില്ല എന്ന് അവരൊക്കെ പറയുന്നത്. അതല്ല ശ്രീ ബാലകൃഷ്ണൻ, അത് ഇന്ത്യ അതിർത്തി പിന്നീട് പ്രതിഷേധമൊക്കെ വന്നപ്പോൾ ഇന്ത്യ അതിർത്തി അറിയിച്ചു. അങ്ങനെ ഇന്ത്യക്കാരെ കയ്യിലും കാലും വിലങ്ങ് വെച്ച് അയക്കേണ്ടവരൊന്നും അല്ല ഇന്ത്യക്കാർ. അവർ മറ്റു രാജ്യങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യമായിരുന്നെങ്കിൽ അതിനുള്ള ധൈര്യം അമേരിക്കയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അതൊക്കെ താങ്കൾ പറയുന്നതല്ലേ. ഇവിടെ ഒരുത്തൻ വന്നിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മളാരും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എല്ലാ വർഷവും എത്ര പേരെ ഇങ്ങനെ കയറ്റി താങ്കൾക്കറിയാമോ? താങ്കൾക്കറിയാമോ? ഈ പ്രതികരിക്കുന്ന പ്രേക്ഷകർക്കറിയാമോ അവരേത് കുറ്റകൃത്യം അവിടെ ചെയ്തിട്ടുണ്ട്? ഏത് അവരങ്ങനെ കുറ്റകൃത്യം ചെയ്തതിന്റെ പേരൊന്നും അല്ല. കുറ്റകൃത്യം ചെയ്തെങ്കിൽ അവരുടെ കോടതിയിൽ അവരെ വിചാരണ ചെയ്യും. ശ്രീ ബാലകൃഷ്ണൻ, ഇത് അവിടുത്തെ രേഖകളില്ലാതെ താമസം അനധികൃത കുടിയേറ്റമാണ്. അവരെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവരവിടെ അനധികൃതമായി കുടിയേറ്റിയത് അവരുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ അവിടെ ജീവിച്ചാൽ പക്ഷെ അവർ അന്താരാഷ്ട്ര മനുഷ്യാവകാശമൊക്കെ ഉണ്ട്. അത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ പ്രതികരിക്കട്ടെ. ഈ പ്രേക്ഷകരൊക്കെ എന്തിനും നരേന്ദ്രമോദിയുടെ മഹത്വമായിരുന്നു. കുഴപ്പം വന്നാൽ പിന്നെ അവർ പറയില്ലേ കുഴപ്പം? ഇന്ത്യ പോലും രാജ്യത്തിന് പുള്ളി പറഞ്ഞു തന്നെ നേരത്തെ മോദിയുടെ കാലത്ത് ഇന്ത്യയുടെ അഭിമാനം ഉയർന്നു എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. ഈ ഘട്ടത്തിലാണ് തകർന്നു പോയെന്ന് പറഞ്ഞല്ലോ. ഒരു ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഉണ്ട്. അതൊക്കെ ഇല്ലാത്ത കാലമൊന്നല്ല ഇപ്പോഴും. അപ്പൊ ഈ പ്രേക്ഷകർ ഇങ്ങനെ വേണ്ടാതെ പ്രതികരിക്കുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ, എല്ലാ കാലത്തും ഇന്ത്യക്ക് പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. ശക്തരായ പ്രധാനമന്ത്രിമാർ ഒരുപാട് ഭരിച്ച രാജ്യം തന്നെയാണ് ഇന്ത്യ. അതിന് സംശയമൊന്നുമില്ല. അത് ഇപ്പോഴും മാത്രമൊന്നുമല്ല. ഇപ്പോൾ തന്നെയാണ് ഇപ്പോഴുള്ള പ്രത്യേകത തന്നെയാണ്. സാറിന് അത് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ പ്രയാസമൊന്നുമല്ല. ഇപ്പോഴുള്ളത് മാത്രമല്ല, ഇതിനു മുമ്പും നല്ല പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ആൾ മോശക്കാരനാണെന്നും ഇപ്പോഴുള്ള ആൾ മാത്രമാണ് മഹാനെന്നും പറയാനില്ല എന്ന് മാത്രമേ. ഇപ്പോഴുള്ള ആൾ മഹാൻ തന്നെയാണ് സാർ. വിഷ്ണു മോഹനാണ് തിരുവനന്തപുരത്ത്. ശ്രീ വിഷ്ണു മോഹൻ, അമേരിക്ക പറയുകയാണ് ഇപ്പോൾ ഇതുവരെ ഗാസയിൽ അവരുടെ യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ വലിയ ഇടപെടൽ നടത്തിയ ട്രംപ് പറയുകയാണ് ഇപ്പോൾ അവിടുത്തെ 22 ലക്ഷത്തോളം വരുന്ന ആളുകളെ അവിടുന്ന് സമീപ രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചിട്ട് ആ സ്ഥലമെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ അവിടെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രവും വലിയ രീതിയിലുള്ള വികസനമൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരു സാമ്രാജ്യത്വ വികസന അജണ്ടയുടെ ഭാഗമാണത്. കാരണം ഒരു നിയോ ഇമ്പീരിയലിസമാണ് പുള്ളി ഇത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കാരണം പറയുമ്പോൾ ഗാസ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഭരണ പ്രദേശം പോലെ അവിടുത്തെ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കാനായിട്ട് ഉത്തരവിടുക എന്ന് പറയുമ്പോഴേക്കും അത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള വെടിനിർത്തലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷവും ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് അജണ്ടകളുണ്ടാവും. ലോകരാജ്യങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഭാഗങ്ങളുമായിട്ടൊക്കെ സംഘർഷത്തിലിരിക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് ട്രംപിന്റെ ഒരു അതിമോഹമാണിത്. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ പുറപ്പാടും ഉണ്ട്, കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസയിലെന്ന് പറയുമ്പം അവിടുത്തെ ജനങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം കൊന്നൊടുക്കിയിരിക്കുന്നതാണ്. ബാക്കിയുള്ളവരെ കൂടെ കൊന്നിട്ട് ഇതിപ്പോ ഇന്ത്യ ഏറ്റെടുക്കുവോ? അവിടുന്ന് കൊണ്ടുവരുന്ന ആളുകളെ മറ്റു രാജ്യത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഇന്ത്യ ഏറ്റെടുക്കുവോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ ആയിരിക്കും മറ്റു രാജ്യക്കാരും ചെയ്യുന്നത്. ആരും ഏറ്റെടുക്കത്തില്ല. അപ്പൊ ഇത് ആ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലോട്ട് കടക്കാനുള്ള ഒരു പുറപ്പാടാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് കോട്ടയത്തു നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ട്രംപിന്റെ ഈ നീക്കം തരത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ട്രംപിന്റെ ഈ നീക്കം എന്ന് പറഞ്ഞാൽ അത് ലോക മനസാക്ഷിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ശരി, പറഞ്ഞോളൂ. ഇത് ലോക മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണെന്നാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാല് അമേരിക്കയുടെ കാശുണ്ട്, അവരുടെ ആയുധങ്ങളുണ്ട്, അവർക്ക് ആരെയും കീഴടക്കാവുന്ന ഒരു അവസ്ഥയാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അവരോട് ചോദിക്കാനായിട്ട് അറിയില്ല. ലോക മനസാക്ഷി ഉണരുകയും ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തെങ്കിലേ അതൊക്കെ തടയാൻ പറ്റുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.
ട്രംപ് വീണ്ടും ഗാസ ഏറ്റെടുക്കുമെന്നുള്ള പ്രസ്താവന ആവർത്തിക്കുകയാണ്. ഇന്നടക്കം ആവർത്തിച്ചു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ട്രംപ് ശരിക്കും നമ്മളെ ഒരു അമേരിക്ക പോലത്തെ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടല്ല ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുണ്ടേനെ പോയ ആൾ വരുവാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. കാര്യം ഈ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങൂലേ മറ്റുള്ള ആൾക്കാർ. ഇനി മറ്റു രാജ്യങ്ങൾ പ്രതികരിക്കും. ഈ ഒരു 3ാം ലോക മഹായുദ്ധം ഈ 4 കൊല്ലം ഇയാളെ കാലാവധി തീരാൻ 4 കൊല്ലത്തിനടുക്ക് ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ അത്ഭുതപ്പെടാനില്ല. അതിൽ ഇടവരുത്താതെ ഇയാൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ കംപ്ലൈന്റ് നടക്കു തോന്നുന്നു. അതിന്റെ പണത്തിന്റെ ഉണ്ടാകും, അല്ല അധികാരത്തിന്റെ ഒരു ഭരണി വെച്ചിട്ടാണ് എന്താണ് ഇത് വലിയ പ്രത്യേകത ഉണ്ടാക്കും. ശരി ദാസൻ. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ന്യൂയോർക്കിൽ ഇപ്പോൾ അമേരിക്കയിൽ പുതിയ ഭരണാധികാരി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ ഗാസ ഏറ്റെടുത്ത് വികസിപ്പിക്കുമെന്നൊക്കെയാണ്, അവിടുത്തെ ജനങ്ങളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുമെന്നാണ്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ. ഈ വാർത്ത എന്നുള്ളത് വലിയൊരു അതൊരു എന്താ പറയുക, അതിനെ പ്രോപ്പറായിട്ട് എത്തിച്ചില്ലെങ്കിൽ അത് ജനങ്ങളിൽ വളരെ മോശമായൊരു രീതി ഉണ്ടാക്കും. അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ട്രംപ് പറഞ്ഞു, ഒരാഴ്ചക്ക് മുമ്പേ പറഞ്ഞു, ഖത്തറിനോട് പറഞ്ഞു, സൗദിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന് ഈ 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അടിയുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആരെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അവരോട് പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്കത് പറ്റൂല എന്നാ പറഞ്ഞ. ഈജിപ്തിനോട് പറഞ്ഞു നിങ്ങൾ എന്നാ ഇവരെ കുറച്ചുപേര് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു, അവരത് ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ സകല അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും ചെയ്യാതെ വന്നപ്പോഴാണ് ട്രംപ് ഇത്തരത്തിലൊരു വല്ല രാജ്യം ഏറ്റെടുക്കാൻ ട്രംപ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? നോക്കൂ, അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ, എന്റെ വീട്ടിൽ ആര് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയലത്തുകാരനാണോ വരുന്നുണ്ട്? കിരണ, രണ്ട് വീട്ടുകാർ തമ്മിൽ, ഇപ്പൊ ഞാൻ ഇസ്രായേലിനെ ന്യായം പറയുന്നില്ല, ഇവരെയും പറയുന്നില്ല, 2 വീട്ടുകാർ തമ്മിൽ നിരന്തരം അടിയാണ്. ഒരു പ്രശ്നം, ഒരു സമാധാനം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ സത്യം പറഞ്ഞാൽ സമാധാനക്കേടിന്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാജ്യം കൂടിയല്ലേ അമേരിക്ക. എല്ലാ കാലത്തും ഇസ്രായേലിന് ആ തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത രാജ്യം കൂടിയല്ലേ അമേരിക്ക. അമേരിക്ക അത് നിർത്താൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഇടപെട്ടിട്ടുള്ളത്. കിരണ, ഒരു സൈഡിൽ എയ്ഡ് കൊടുക്കും, ഒരു സൈഡിൽ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന രാജ്യങ്ങൾ പലതുകൊണ്ട്. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്താ പറഞ്ഞ, ഈ നിരന്തരമായി 2 അയൽവാസികൾ തമ്മിൽ അടി കൂടുന്നത് ഒത്തുതീർപ്പിന് ഒരു സൊല്യൂഷൻ വേണ്ടേ? എന്തെങ്കിലും ഒരു സൈലന്റ് സൊല്യൂഷൻ ആണോ? 2 പേർ, എന്റെ അയലത്തുകാർ 2 പേർ തമ്മിൽ അടി കൂടിയാൽ നിങ്ങളുടെ ഭൂമി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതാണ് ഒത്തുതീർപ്പ്? ഇല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണ് ട്രംപ്. ഏത് അഭിപ്രായം വന്നാൽ എന്താണ് ശ്രീ പ്രദീപ്? ഞാനതാ ചോദിച്ചത്. 2 വീട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായി, അവർ നിരന്തരം തർക്കമാണ്, അതുകൊണ്ട് പറയുന്നത് നിങ്ങളെല്ലാം ഇവിടുന്ന് മാറിപ്പോയിക്കോളൂ, നിങ്ങളുടെ വീടും ഭൂമിയും എല്ലാം കൂടെ ഞാൻ ഏറ്റെടുത്ത് അങ്ങ് നന്നാക്കി തരാം എന്ന് പറയുന്നതിലാണോ? കിരണ, ഇതെല്ലാം കുറെ നാൾ, ഒരു 10-16 വർഷത്തോളം സമാധാനമായിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ വർഷം ഡിസംബർ 7-ാം തീയതി ഇരുന്നിട്ടൊന്നുമില്ല. ആ രാജ്യം എല്ലാ കാലത്തും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ മോദിയെ കുറ്റം പറയണുണ്ട്. മോദി ഈ വിഷയം പറയൂ താങ്കൾ. അല്ല, ഇതിനകത്ത് അവരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഞാനൊരു ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് സൗദി അല്ലെങ്കിൽ ഖത്തർ, അതല്ലെങ്കിൽ മറ്റൊരു രാജ്യം ഏറ്റെടുക്കുന്നത്? ഒരു രാജ്യം, ആ രാജ്യത്തെ ആളുകളിൽ അവർ ഭരിച്ചോണ്ടില്ല ആ രാജ്യം. അല്ല, താങ്കളുടെ മനോഭാവം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാനില്ല. കാരണം ഒരു സൊല്യൂഷൻ പറയുമ്പോൾ ആ സൊല്യൂഷൻ അല്ലല്ലോ. ഞാനതാണ് ചോദിച്ചത്. വളരെ സിമ്പിളായ കാര്യം, 2 പേർ തമ്മിൽ അടി ഉണ്ടാകുവാണെങ്കിൽ ആ ഭൂമി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഉത്തരവാണ്. അല്ല കിരൺ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അപ്പൊ താങ്കൾ പറഞ്ഞത് ഈ ഹമാസിനെ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഏതായാലും ആ രാജ്യക്കാർ തീരുമാനിച്ചോളൂ. അവിടെ എങ്ങനെ മറ്റു രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇടപെട്ടാൽ മതി. ആ രാജ്യക്കാരെ എങ്ങനെ ഭരിക്കണം ആ രാജ്യം തീരുമാനിക്കും. അല്ല, ഞാൻ ചോദിക്കണേ, ഹമാസ് അങ്ങോട്ട് മിസൈൽ വിടുക, അവർ തിരിച്ചു വന്ന് അവർ ആക്രമിക്കുക, നിരപരാധികളായ കുറെ ആൾക്കാർ മരിക്കട്ടെ എന്നാണോ? എന്നാ ശരി, ഓക്കെ. അതിനുവേണ്ടിയൊന്നും അല്ലല്ലോ ഇപ്പോൾ അമേരിക്ക അവിടെ പോയി അവിടുത്തെ 22 ലക്ഷം പേര് മാറ്റി പാർപ്പിക്കുക, ആ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടിയുള്ളതല്ലേ? സ്വന്തം അത് എടുത്തുകൊണ്ട് പോകാനൊന്നും അല്ല പറഞ്ഞത്. നിരന്തരമായ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. താങ്കൾക്ക് സ്വാഭാവികമായും അത്തരം അഭിപ്രായമൊക്കെ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ ആ തരത്തിൽ പറയേണ്ടി വരും. എന്തായാലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാളിന് എന്തായാലും വേറൊരാളുടെ ഭൂമിയുടെ മേൽ ഞങ്ങൾ അവകാശം ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ശ്രീ പ്രദീപ്. ശ്രീ സുനിൽകുമാറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സുനിൽകുമാർ, താങ്കൾക്ക് എന്താണ് ഈ ട്രംപിന്റെ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം? സാറേ, എന്റെ അഭിപ്രായം, എന്റെ വിശ്വാസം ഇത് ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല, അവസാനം ഇത് കൊണ്ടുവന്ന് മറ്റേ ഇസ്രായേലിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നും കൂടെ ഞാൻ വിചാരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണേന്നാണ് എന്റെ ഒരു മനോഭാവം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയണത്, ഈ ഹമാസ് നമ്മുടെ യാസർ അറാഫത്തിന്റെ മാർഗം സ്വീകരിക്കുക, അതാണ് ഏറ്റവും ഹമാസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നല്ലത്. കാരണം സായുധ സമരം നടത്തി വിജയിപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ 1500 പേരെ തട്ടിക്കൊണ്ടുപോയി അവസാനം 42,000-50,000 പേര് മരിക്കേണ്ട അവസ്ഥ വന്നു. ഈ കെട്ടിടങ്ങൾ മുഴുവൻ നശിച്ചു. അപ്പൊ യാസർ അറാഫത്തിന്റെ ഒരു ഗാന്ധിയൻ സമരമാർഗമുണ്ട്. ആ മാർഗമാണ് സത്യത്തിൽ ഇത്രയെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കി കൊടുത്തത്. ഇത്രയും വലിയൊരു രാജ്യങ്ങളോട് ഏറ്റുമുട്ടി വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ടായി.
അതിലൂടെ അവർ ഗാസയെ ഇതിനെ ഒക്കെ രക്ഷിക്കാനുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അല്ലാതെ ഇവരോടൊന്നും സമരം പ്രധാനപ്പെട്ട ഒരു ചെയ്ത് അഭിപ്രായം യുദ്ധം തന്നെയാണ് ജയിക്കില്ല. പലസ്തീൻ PLOയുടെ നേതാവ് യാസർ അറാഫത്തിന് ഇന്ത്യയുമായി ഏറ്റവും സൗഹൃദമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീനെ ഒപ്പം നിന്ന രാജ്യം കൂടിയാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തു നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് പറയാം. ഞാൻ നിങ്ങളുടെ ഇന്നലെ ന്യൂസ് ഡിബേറ്റ് കണ്ടിരുന്നു കേട്ടോ, കിരൺ മാഷെ. അല്ല, നമ്മൾ തൽക്കാലം അല്ല അതൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ഈ മോഡറേറ്റർ ഒരാളെ ഈ കോൺഗ്രസിന്റെ ഒരു വക്താവ് ഇരുന്നോണ്ട് വേട്ടാവളി എന്ന് വിളിച്ചു. മോഡറേറ്റർ മിണ്ടുന്നില്ല. ശ്രീ ഷാജി, എന്നാലും ഞാൻ ഇന്നലത്തെ ഡിബേറ്റ് കണ്ടില്ല. തൽക്കാലം നമ്മുടെ മോഡറേറ്റർമാരെല്ലാം കൃത്യമായി ഇടപെടുന്ന ആളുകളാണ്. ഇന്നലത്തെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അഭിപ്രായം പറയാനൊന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് ഫേസ്ബുക്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തു, ആ ഒരു ഭാഗം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗം. അപ്പൊ ഇതൊക്കെ ഈ ഒരു മര്യാദ എന്ന് പറയുന്നത് ഈ പങ്കെടുക്കുന്ന ഷാജി, ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഞാൻ ആ ഭാഗം കണ്ടില്ല. അതിന് എന്താണ് ഉണ്ടായെന്ന് നോക്കാതെ എനിക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. നമ്മുടെ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരി, എന്തായാലും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പരസ്പരം തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും പറയുന്നത് നമുക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക്, ഒരു പരിധിക്ക് അപ്പുറം ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാം. അതിനപ്പുറത്തേക്ക് കഴിയുമോ? ഏത് പാർട്ടി ആയിക്കോട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോ അപ്പോഴേ മോഡറേറ്റർ ഇടപെടണേ. പിന്നെ ഇടപെടാനല്ലേ പറ്റൂ. ഇപ്പൊ പെട്ടെന്ന് തന്നെ പൊതുവെ ഒരാൾ വിളിക്കുന്നത്, അയാൾ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞല്ലേ പറയാൻ കഴിയും. അയാൾ മോശമായി പറയുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഇടപെടുന്നില്ലായിരുന്നു, ഞാനത് കണ്ടു. ശരി, ഓക്കെ, താങ്കൾ ഇതിനെ കുറിച്ച് പറയും. ഇതിനെ കുറിച്ച് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ശരി, ഓക്കെ, അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്തായാലും ഷാജി ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് ആവർത്തിച്ചുള്ള ഈ ട്രംപിന്റെ ഭീഷണിയെ കുറിച്ച് പറയാനുള്ളത്? പ്രോഗ്രാം ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. അത് നമ്മളെ സ്റ്റുഡിയോ ഇന്നലെ ഉപയോഗിച്ച ഓപ്പൺ സ്റ്റുഡിയോയിൽ ചില പണികൾ നടക്കുകയാണ്. നമ്മുടെ ക്യാമറയൊക്കെ മാറ്റുന്നു. അതുകൊണ്ട് തൽക്കാലം ഇന്ന് മറ്റു സ്റ്റുഡിയോയിലേക്ക് ആക്കിയതാണ്. യുദ്ധം അവിടെ കേട്ടിട്ട് വളരെ ആശങ്ക വരുത്തിയ സംഭവമാണ്. ഇപ്പൊ വീണ്ടും ഇങ്ങനൊരു അഭിപ്രായം കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാവുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് ആവർത്തിച്ച് ട്രംപ് പറയുന്നു ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടെ എല്ലാം പരിപോഷിപ്പിക്കുമെന്നാണ് പറയുന്നത്? അല്ല, ചില ഐക്യനാടുകളിൽ നിന്ന് വന്നവരുടെയൊക്കെ സംഭാഷണം കേൾക്കുമ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ഇന്ത്യയെ കുറിച്ചിട്ട് വലിയ വാദോരാളെ വർത്താനം പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരെയൊക്കെ സൗദി എന്തുകൊണ്ട് ചെയ്തില്ല, ഇറാൻ എന്തുകൊണ്ട് ചെയ്തില്ല, ഇതാണ് ചോദിക്കുന്നത്. എന്ത് വിവരക്കേടാണ്. ഇവിടെ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ലേ, അവരല്ലേ അത് നോക്കേണ്ടത്. അതിനല്ലേ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ പറയാതെ ഇത് മറ്റുള്ളവരുടെ അഭിപ്രായമാണോ? ഒരു അമേരിക്കൻ പൗരൻ, അമേരിക്കക്കാരൻ നടത്തിയൊരു വൃത്തികേടിനെ കുറിച്ച് അമേരിക്കൻ പൗരൻ ഇവിടെ വന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഇന്ത്യക്കാരന് പറയാനുള്ള അധികാരമില്ല. അമേരിക്കൻ പൗരനാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ തമ്മിലാണ് അറിയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ ബർമുഡ ട്രയാങ്കിളൊക്കെ അതൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഗാസ 22 ലക്ഷം പേരെ അങ്ങോട്ട് മാറ്റും, നിങ്ങൾ ഇങ്ങോട്ട് മാറ്റും എന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്ത് ഉള്ള ആൾക്കാരെ കയറ്റി അയക്കുന്നവരാണ്. സ്വന്തം രാജ്യത്തുള്ള മറ്റുള്ള ദേശക്കാരെ കയറ്റി അയക്കാൻ വിലങ്ങ് വെച്ച് കാലിലും വിലങ്ങിട്ട് കയ്യിലും വിലങ്ങിട്ട് കയറ്റി അയക്കുന്നവരാണ് ഈ സാധനം പറയുന്നത്. ഇവർ ഈ അമേരിക്ക ഈ ലോകത്ത് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എന്തൊക്കെയാ? ഈ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് വന്നിട്ടില്ലേ? ഈ പാകിസ്ഥാൻ യുദ്ധത്തിന് അവരവിടുന്ന് UK ചേർന്നിട്ട് പടക്കപ്പലുമായിട്ട് വന്നപ്പം ആ USSR അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയി പടക്കപ്പൽ അങ്ങോട്ട് ഇവന്മാരെ ഓടിത്തള്ളിയത് അമേരിക്കക്കാർ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അമേരിക്ക ഇപ്പൊ ഇവരെ ഗാസ അങ്ങ് നന്നാക്കി കളയാന്ന്. ഇവരാദ്യം എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വിളിച്ചിരുത്തി അവർ തമ്മിലൊരു സംഭാഷണം നടത്തി അവർ അങ്ങോട്ടും ആക്രമിക്കില്ല ഇങ്ങോട്ടും ആക്രമിക്കുന്നില്ല, കൃത്യമായി ജീവിക്കാനുള്ള ഒരു അവകാശം UN വഴി ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? അതല്ലേ രാജ്യങ്ങൾ ശ്രമിക്കേണ്ടത്? അതിനല്ലേ ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് വേറെ കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥാനത്തിനാണോ? അമേരിക്കയാണോ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ? ഇത് ലോകരാജ്യങ്ങളാകെ ഈ അമേരിക്കയുടെ ഈ പറയുന്ന തോൽപ്പിക്കേണ്ടതാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ എന്തായാലും അതിനെ പ്രതികരിക്കും. ആ പ്രതികരിക്കുമ്പോൾ അമേരിക്കക്ക് പിന്മാറേണ്ടി വരും. കാരണം ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ട്രംപിന് എന്താണ് ലോക രാജ്യങ്ങളുടെ മൊത്തം തീവ്രവാസം എഴുതി കൊടുത്തിട്ടുണ്ടോ? ട്രംപ് അമേരിക്ക ഭരിച്ചാ പോരെ?
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ക്ഷമിക്കണം, യൂട്യൂബിൽ വന്ന ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഈ വർഷം യുദ്ധം യമനിലും ഈജിപ്തിലും ഖത്തറിലും UAE-യിലും നടക്കും. ഗസയിലും പാലസ്തീനിലും ഇനി മുസ്ലിം മതക്കാർ ഉണ്ടാവില്ല. അവർ ആഫ്രിക്കയിലേക്ക് പോകും. പോയില്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നൊക്കെ ലക്ഷ്മണൻ MV എന്നൊരാൾ അഭിപ്രായം പറയുന്നു. അലി മത്തരി അഭിപ്രായം പറയുന്നു. ട്രംപ് ഇസ്രയേലികളുടെ ഉറക്കം കെടുത്തുമെന്ന് പറയുന്നു. സലീം നല്ലൂർ, ട്രംപിൻ്റെ ഒരു മിഡിൽ ഈസ്റ്റിലില്ല, പാലസ്തീനിലൊരു മണൽത്തരിയിൽ തൊട്ടുപോരുത്, തകർത്ത് തരിപ്പണമാക്കും എന്ന് പറയുന്നു. മിക്സഡ് വീഡിയോസ്, മോദിയെ എന്തിനു കുറ്റം പറയണം എന്ന് ചോദിക്കുന്നു. ജോർജ് തമ്പാൻ അമേരിക്കയ്ക്ക് ഇട്ടൊരു തമ്പ് ഒക്കെ കൊടുക്കുന്നു. അദ്ദേഹത്തിന് അമേരിക്കയുടെ അഭിപ്രായത്തോടായിരിക്കും യോജിപ്പ് എന്ന് തോന്നുന്നു. അബ്ദുൾ റസാഖ് UK, പ്രദീപിന് തലയ്ക്ക് സുഖമില്ലേ ഡോക്ടറെ വേഗം, അത് ശരിയല്ല അങ്ങനെ മറ്റേ വ്യക്തികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾ പ്രദീപ് പറയുന്നത് കറക്റ്റാണ് എന്നും പറയുന്നു. എന്തായാലും കുറേ ഇങ്ങനെയും ചില അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അടക്കം വന്നിട്ടുണ്ട്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നേരത്തെ ഒരു ചങ്ങായി പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന്. പക്ഷെ യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥിതി ഇപ്പൊ എന്താണെന്നറിയാം. അവരൊന്നും പറഞ്ഞാൽ ഒന്നും ആ പറഞ്ഞ സ്ഥലത്ത് നിൽക്കില്ല. ഞാൻ ഒരിക്കൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രൊഫസർ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വിയറ്റ്നാംമാർക്ക് അന്നത്തെ കാലത്ത് nobody has appointed America as the policeman of the world. ലോകത്തിന്റെ പോലീസുകാരനായിട്ട് ആരും അമേരിക്ക അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അത് സ്വയം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലേണ്ട ഗതികേട് പലരും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനപ്പുറം നടക്കും. ട്രംപിന് പല ഇൻട്രസ്റ്റ് ഉണ്ട്. അയാൾക്ക് ട്രംപ് ടവേഴ്സ് ഒക്കെ പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ്സിലൊക്കെ വളരെ ഇതുള്ള ആളാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗാസയിലും അത്തരത്തിലേക്കുള്ള ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ട്. ആ വാർത്തകളുണ്ട്. അവിടെ 352 കോടി അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ എത്രയോ വർഷം, 300 വർഷം എടുക്കുന്നു അത് റീബിൽഡ് ചെയ്യാനായിട്ട്. അത് ഈ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചതല്ലേ ഇവര്. അവിടെ ചെന്ന് അന്നത്തെ രാത്രി ഒരു മ്യൂസിക് കൺസർട്ട് വരുമ്പം ഇത് കാണിച്ചിട്ട് ഇങ്ങനെ വല്ലവരും അവസരം കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഖത്തറിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ ഇന്ത്യ വിട്ട് പുറത്തെവിടെയും പോയിട്ടില്ല. നമുക്ക് ഈ വായിക്കുന്നതിലൂടെയും മറ്റുള്ള ഇതുകളിൽ കൂടി കിട്ടുന്ന വിവരമേ ഉള്ളൂ. ഈ ഖത്തറാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഹമാസിനെ ആയുധം കൊടുത്ത് അയക്കുന്നുള്ള ഒരു തരത്തിലുള്ള അങ്ങനെയൊക്കെ ഖത്തറാണ് ഈ വിഷയത്തിൽ ഒരു ഇടനില നിന്ന് സമാധാനത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയൊക്കെ ഒരുക്കി. പറയണ്ട, ഇടനിലയൊന്നുമല്ല, അസലായിട്ട് തുരപ്പന്നില നിന്നത്. അത് അവരാണ് ഇതിന്റെ പുറകിൽ. ഹമാസിന്റെ ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ടായി പണിയെടുക്കുന്നത്. കാരണം ഇസ്രായേലിന് എവിടെ എന്തെങ്കിലും ഒരു ഈച്ച പോലും പറഞ്ഞാൽ നോക്കാനുള്ള ടെക്നോളജി അവർക്കുണ്ടെന്നൊക്കെ പറയുന്നു. നോക്കാനുള്ള ടെക്നോളജി ഉള്ള സ്ഥലത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ ന്യായത്തിലേക്കല്ല. പക്ഷേ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ സേനയാണ്. ഈ പറയുന്നത് പോലത്തെ ഉള്ള സംവിധാനങ്ങളുണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഹമാസ് ഒരു സംഘടന കയറി അടിച്ചതും അവസാനം അവർ ബന്ദികളാക്കിയിരുന്നവരെ ഇത്രയേറെ പേരെ കൊന്നൊടുക്കിയിട്ടും ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കിയിട്ടും തിരികെ പിടിക്കാൻ പോലും കഴിയാതെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്നും ഭൂഗർഭത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്ന്. വി ആർ എ വാർന്ന് അവരെ ന്യായീകരിക്കല്ല. അത് യാസർ അരാഫത്തൊക്കെ ഇരിക്കുമ്പോൾ ഇത്രയും പ്രശ്നം മോശമായിരുന്നില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. അതിന് ഭീകരപ്രവർത്തനം ഇല്ല വേണ്ടത്. ശരി, ഒരിക്കലും ഭീകരപ്രവർത്തനം ഒന്നിന്റെയും ഉത്തരമല്ല. ഭീകരപ്രവർത്തനം ഒരിക്കലും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതായ ഒന്നല്ല. ഒരു സമാധാനവും ഭീകരപ്രവർത്തനത്തിലൂടെ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ശ്രീ പത്മകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പത്മകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാർ, ഞാൻ ട്രംപിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. എന്നാലും ഹലോ പറഞ്ഞോളൂ, താങ്കൾ ഏതറ്റം വരെയാണ് ട്രംപുമായി യോജിക്കുന്നത്? പറഞ്ഞോളൂ. യോജിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലസ്തീൻ ജനതയുമായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ നമ്മൾ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അതെ, ഗാന്ധി പോലും പലസ്തീൻ ജനതയുടെ അവകാശത്തിന് വേണ്ടി നമ്മള് അതിനോട് വിയോജിക്കുന്നത്. അല്ലാതെ ഇപ്പം ട്രംപ് പറഞ്ഞത് ഞങ്ങൾ പാലസ്തീനെ പിടിച്ചിട്ട് പാലസ്തീൻകാർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തെ 22 ലക്ഷം പേരെ അവിടുന്ന് മാറ്റി മറ്റു രാജ്യത്തേക്ക് വിടുന്നു. അതിനുശേഷം ഈ രാജ്യം മൊത്തം വികസിപ്പിക്കുന്നു, അതിനുശേഷം തിരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ലോകത്താർക്കും അറിയാവുന്ന കാര്യമല്ലേ? പറഞ്ഞില്ലേ, ഞാൻ പൂർണ്ണമായും അതിനോട് യോജിക്കുന്നില്ല. എന്നാലും ആ രാജ്യത്തിന് വികസിപ്പിക്കാനുണ്ടെങ്കിൽ ആ രാജ്യത്ത് UN അടക്കമുണ്ടല്ലോ. UN കൊണ്ട് അവിടെ ഇവർക്ക് പണം കൊടുക്കാമെങ്കിൽ പണം കൊടുത്ത് ആ രാജ്യത്ത് അവിടെ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാമല്ലോ. ആ രാജ്യം ഏകദേശം ഇപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളായി ഉയർന്ന കെട്ടിടങ്ങളും വീടുകളും എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു യുദ്ധപ്പറമ്പ് പോലെ നിൽക്കുകയല്ലേ ഇപ്പോൾ ആ രാജ്യം. പാലസ്തീൻ പാവപ്പെട്ട പാലസ്തീൻ ജനതയാണോ? അവിടെ ഖത്തറുകാര് ഹമാസിനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിലെ സാർ സത്യം. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ആവർത്തിച്ചു പറയുകയാണ് ട്രംപ് ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങൾ അവിടെ വികസിപ്പിക്കും, അവിടുത്തെ 22 ലക്ഷം പേരെ സമീപ രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റി താമസിപ്പിക്കും എന്നൊക്കെ? ശ്രീ തിലകൻ കേൾക്കാമോ? കേൾക്കാം സാറേ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. സാർ നമസ്കാരം. അപ്പൊ എന്തായാലും
ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമൊന്നുമല്ല ഇസ്രായേലിനെ ലോകത്തിലെ എല്ലാ വലിയ രാഷ്ട്രങ്ങളും മറ്റെല്ലാ രാഷ്ട്രങ്ങളും ആക്രമിക്കാൻ തുടങ്ങിയിട്ട് അതിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇല്ലേ സാറേ? ശരിയല്ലേ? ഇസ്രായേലിനെതിരെ അങ്ങനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ്. അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഉറ്റ മിത്രമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ട്രംപിന്റെ അമേരിക്കനെ എതിർത്തിക്കൊണ്ട് അമേരിക്ക ഇപ്പൊ ട്രംപിന്റെ വരവ് തീർച്ചയായും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പൊ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം എനിക്ക് തോന്നണം. എനിക്കിതിന്റെ ആധികാരികമായിട്ടൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഇതിനെ ഇസ്രായേലിനെയും ജെറുസലേമിനെയും നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. മറ്റു ആധികാരികമായ എനിക്ക് അറിയില്ല. ശരി, ശ്രീ CB മൻസൂർ പറയുന്നു അമേരിക്കയുടെ ലക്ഷ്യം നടക്കില്ല, ലോകരാജ്യങ്ങൾ ഇരുചേരിയിലാകും, അമേരിക്ക ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ദീപു ഗോപാൽ പറയുന്നു ഇത് ദീപുവിൻ്റെ അത് മറ്റാൾക്കുള്ള മറുപടിയാണ്, തിരുവനന്തപുരം കോൺഗ്രസ്സുകാർക്കല്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും പരസ്പരമുള്ള ചില തർക്കങ്ങൾ കൂടി സ്വാഭാവികമാണ്, യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വരാറുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ? ഇത്തവണ ട്രംപിന്റെ വരവ് ഒരു ഭ്രാന്തം വരവായി പോയി. ഈ ഇന്ത്യക്കാരെ കുറെ വിലങ്ങ് വെച്ച് അയച്ചു. അതുപോലെ തന്നെ ഇപ്പോ അദാനിക്ക് അവിടെ സംരക്ഷണമായി. അദാനിക്ക് ഇനിയിപ്പോ ഈ 22 ലക്ഷം പേരെ ഇവര് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ജോലി ചെയ്ത് കൊടുത്ത് അവര് സുഖവാസം നടത്തിക്കട്ടെ. അല്ലാണ്ട് ഖത്തറിനോടും സൗദിയോടൊക്കെ പോയി ചോദിക്കുന്ന കാര്യം എന്താ വരുന്നത്? ഇത് അതൊരു കാര്യം ശരിയാണ്. അങ്ങനെ അത്ര നിർബന്ധമാണെങ്കിൽ 22 ലക്ഷം പേരെ അമേരിക്ക ജീവസൗകര്യങ്ങളെ കൂടെ നിർത്തട്ടെ അല്ലേ? അല്ല, അത് തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെ ആയി തീരും ഇപ്പൊ അവസാനം. അത് ലോകത്തെ പിടിച്ചുവിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലാണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ട്രംപ് ഈ ചെയ്യണത്. ശരി, അത് എല്ലാവർക്കും വ്യക്തമാണ്. ശ്രീ മോഹൻദാസ്. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഈ പാലസ്തീൻ ഇസ്രായേൽ ആ സംഭവം, അതായത് ഈ സംഭവത്തിന്റെ നാൾ വഴി സാർ ഒന്ന് പരിശോധിച്ച സാറിന് മനസ്സിലാവും. ഇത് ഇസ്രായേലിലേക്ക് ഇവര് അക്രമം തൊടുത്തുവിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ തുടരെ ഹമാസിനെ ആക്രമിച്ച് നിരപരാധിയായ കുട്ടികളും സ്ത്രീകളും കുടുംബങ്ങളും വഴിയാധാരമായ ജീവനില്ലായ അവസ്ഥ നമ്മളെല്ലാവരും ടിവിയിലൂടെ കണ്ടാണ്. ഇപ്പോ ഇതിനൊരു ശാശ്വത പരിഹാരം ഇസ്രായേല് ആഗ്രഹിക്കുന്നത് അമേരിക്കയിലൂടെ മാത്രമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ അമേരിക്കയിൽ അഭയം തേടിയേക്കുന്നത്. ആ അഭയം അവർ സ്വീകരിച്ച് ട്രംപ് വരുന്നത് ട്രംപിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി അല്ല, ഒരു രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന. ജോസഫ്, എന്ത് സഹായമാണിത്? ഒരു രാജ്യത്ത് ആ രാജ്യം ഏറ്റെടുത്തിട്ട് അവിടുത്തെ ജനങ്ങളെ 22 ലക്ഷം പേരെ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കണം, എത്ര കുറഞ്ഞ ആളുകൾ, അവരെല്ലാം മാറ്റി വേറെ രാജ്യത്തേക്ക് വിട്ടിട്ട് ആ രാജ്യത്ത് ആളില്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റുക, പിന്നെ അവിടെ വികസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ശ്രീ കണ്ണനാണ് കൊല്ലത്ത്. ജോസഫ് പറയുന്നുണ്ട്, ബാക്കി പറയാനുണ്ടോ? അതെ, ബാക്കി പറയാനുണ്ട്. ഈ വഴക്കിന് കാരണക്കാരൻ ആരാണ്? ഈ വെറുതെ ഇരുന്ന ഇസ്രായേലിന്റെ മെക്കിട്ട് കയറി. ശ്രീ ജോസഫ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ചരിത്രപരമായ ഒരുപാട് കാരണങ്ങൾ അതിനോടുണ്ട്. അതിലേതെങ്കിലും ഒരു പക്ഷത്ത് ന്യായമുണ്ടെന്നോ അന്യായമുണ്ടെന്നോ പറയാൻ അങ്ങനെ കഴിയില്ല. പലസ്തീനിയ ജനതയ്ക്ക് ഉണ്ടായിരുന്ന ഭൂമിയുടെ അവകാശത്തിന്റെ ഭൂരിപക്ഷവും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഒരു കാരണവുമില്ലാതെ ഇവിടുത്തെ നിരപരാധി ഒരു കാരണമില്ലാതെയാണ് ഇപ്പോഴത്തെ ചെയ്തതിന്റെ അവിടെ നിൽക്കട്ടെ. ഒരു കാരണമില്ല. പലസ്തീൻ ജനത അവരുടെ ഭൂമിയിൽ നിന്ന്, അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് അവരെ എത്രയോ കാലമായി അവരെ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിന് വേണ്ടത് മനസ്സമാധാനമാണ്. ഇസ്രായേൽ വേണ്ടത് മനസ്സമാധാനമാണെങ്കിൽ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും അവരുടെ രാജ്യത്ത് മാത്രം നിൽക്കുകയും വേണം. താങ്കൾക്ക് പലസ്തീൻ ഇസ്രായേൽ യുദ്ധങ്ങളുടെയും അതിന്റെ എത്രയോ ലോക രാജ്യങ്ങൾ ഇടപെട്ടതിന്റെയും ചരിത്രമൊന്നും അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അപ്പൊ ആ രാജ്യം അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹമാസിന്റെ ആക്രമണത്തിൽ മാത്രം തുടങ്ങിയൊന്നുമല്ലല്ലോ അത്. അത് എത്രയോ കാലമായി, എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. സാറേ, ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അമേരിക്ക വിരുദ്ധ സ്വഭാവം ഇന്ത്യക്കാർക്കുണ്ട്. ഇന്ത്യക്കാർക്ക് അങ്ങനെ ഉള്ളതിനുള്ള കാരണം കാലാകാലങ്ങളിൽ അമേരിക്ക ഇന്ത്യക്കാരോട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ വലിയ സൗഹൃദമാണെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യക്കാരെ കൈവിലങ്ങും കാലുവിലങ്ങും അണിയിച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടുമ്പോൾ ഇന്ത്യക്കാർക്കെല്ലാം അമേരിക്കയോട് സൗഹൃദം ഉണ്ടാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായപ്പോഴൊക്കെയുള്ള അമേരിക്കയുടെ നിലപാട് എന്താണെന്ന് അറിയാമല്ലോ. സാറേ, ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കളുടെ കഴിവില്ലായ്മയാണ് ഇത് സംഭവിച്ചത്. ആരുടെ? ഇന്ത്യൻ ഭരണാധികാരി. ആ കാലത്ത് ഇന്ത്യൻ ഭരണാധികാരികൾ ഉറച്ചാണ് നിന്നത്.
ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കപ്പൽപ്പട വരുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് മറുപടി കൊടുത്തതെന്ന് അറിയാമല്ലോ താങ്കൾക്ക് ഇന്ദിരാഗാന്ധി. സാറേ, അതാണ് നമ്മൾ നിരപരാധിക്ക് ഒരുപാട് പട്ടാളക്കാർ നമ്മൾ ബലിയാടാവേണ്ടതുണ്ട് ഈ രാജ്യത്ത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. ശ്രീ കണ്ണനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ട്രംപ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അതെ, ട്രംപ് ഏറ്റെടുക്കുന്ന പുള്ളി ആരും അവരെ ഏറ്റെടുക്കാതിരുന്ന സമയത്താണ് ട്രംപ് വന്ന് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രംപ് ഏറ്റെടുക്കാന്ന് പറഞ്ഞാല് ഈ ഗാസ അവരെ ഒരു റീബിൽഡ് ചെയ്യണം. കാരണം ഇപ്പൊ അവിടെ ടെന്റ് സിറ്റി ആയി. ഗാസ സിറ്റി ഇപ്പൊ ടെന്റ് സിറ്റിയാണ്. അത് അവിടെ റീബിൽഡ് ചെയ്തിട്ട് അവിടെ റീബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് പണം കൊടുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് പണമുള്ള രാജ്യമാണ്, അവരെ സഹായിക്കണം. യുണൈറ്റഡ് നേഷൻസ് വേണമെങ്കിൽ അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അത് അങ്ങനെയല്ലാതെ അവിടെ താമസിക്കുന്നവരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ന്യായമാണ്? അത് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അല്ലാതെ അവിടെ അത് ചെയ്യാം. കംപ്ലീറ്റ് ഇപ്പം ബോംബുകൾ വീണ് നശിച്ച് കിടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ പൊട്ടാതെ തന്നെ ഒരുപാട് ബോംബുകൾ കിടക്കുന്നുണ്ട്, മിസൈലുകൾ, പല പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ഈ പ്രശ്നക്കാരല്ലാതെ ശ്രീകണ്ഠൻ, അത്ര നിഷ്കളങ്കമായ ഈ ട്രംപിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ മാത്രം നമുക്ക് എന്തായാലും കഴിയില്ല. ഈ ട്രംപിനെയും അമേരിക്കയുടെയും മുൻകാല ചെയ്തികളും കാര്യങ്ങളും ഒക്കെ അറിയുന്നവരല്ലേ ലോകത്തുള്ളവരെല്ലാം തന്നെ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ട്രംപിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഇത്രയും പര്യാസ്യനായ ഒരു കോമാളിയായ ഒരു ഭരണാധികാരി ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ ഉത്തരം. നിങ്ങൾ ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. അറിയാലോ, മുമ്പ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോഴേ അറിയാലോ എന്ത് ചെയ്തു. അദ്ദേഹം വൈറ്റ് ഹൗസിൽ തന്നെ ഇരുന്നു. അദ്ദേഹത്തെ പുറത്താക്കാൻ എല്ലാ നിലയിലും ശ്രമം നടത്തിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയില്ല. അവസാനം കോടതി ഇടപെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു പരാജയപ്പെട്ടെടുത്തുനിന്ന് തിരിച്ചു പോകാൻ തയ്യാറാകാത്ത ഒരു ഭരണാധികാരിയെ അമേരിക്കൻ ജനത വീണ്ടും ഭരണാധികാരിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ചിരി വന്നിട്ടുണ്ട്. അന്ന് ആ അവസരത്തിൽ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ ജനത, ജനിച്ച് വളർന്ന് ഒരു ജനത, ആ ജനിച്ച രാജ്യത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ പല രാജ്യങ്ങളിലേക്ക് കയറ്റി അമേരിക്കക്ക് കയറ്റി അയക്കാൻ ഈ അമേരിക്കൻ ട്രംപ് തയ്യാറാവോ? പറയൂ. അവിടുന്ന് ഇപ്പൊ രേഖയില്ലാത്ത ആളുകളെ അത് രേഖയില്ലാത്ത ഇന്ത്യക്കാർ എങ്ങനെയാണ് പറഞ്ഞയക്കുന്നത് നമ്മൾ നേരിൽ കാണുകയാണ്. അപ്പൊ മറ്റുള്ള രാജ്യവും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാവും. അതൊക്കെ മഹാവിഡ്ഢിത്തരവും വിവരക്കേടിയെന്ന് പറയുന്നത്. അതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ജോസഫ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വിവരക്കേട് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമ്മൾ വിവരക്കേട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത്. അതിനെതിരായി താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് താങ്കളുടെ അഭിപ്രായം പറയുന്നു. പലസ്തീൻ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ സവിസ്തരം എല്ലാറ്റിലുമുണ്ട്. അതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ എന്തെങ്കിലും പറയല. വായ്പൊന്നും പറയുന്നില്ല. എല്ലാരോ ഒരു പ്രതികരണ വേദിയിൽ ചെയ്യേണ്ടത് അതിന്റെ കാരണം സഹിതം പറയണ്ടേ. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ അദ്ദേഹത്തിന്. ശരി, പോട്ടെ. എന്തായാലും ഓരോ പ്രേക്ഷകർ അവരവരുടെ അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് ആ അഭിപ്രായത്തിൽ അവരുടെ ബോധ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമെന്നതിനപ്പുറത്തേക്ക് അവരെ തെറ്റാണെന്നോ ശരിയാണെന്നോ ഒക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. ഓരോ മനുഷ്യർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ, അവരുടേതായ ബോധ്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഗാസ ഏറ്റെടുക്കുമെന്നും അവിടെ ആകെ പരിപോഷിപ്പിക്കുമെന്നും അവിടുത്തെ 22 ലക്ഷത്തോളം വരുന്ന ജനതയെ, അവിടെ ജനിച്ചു വളർന്ന ആ മണ്ണിലെ ജനതയെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിക്കുമെന്നും അതിനുശേഷം വികസിപ്പിച്ചിട്ട് ആ രാജ്യം കൊടുക്കാമെന്നൊക്കെയാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോർജാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോർജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാമ്പത്തികമായി അമേരിക്ക ഉയർന്നു നിൽക്കുന്ന നിലയ്ക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ അവരെന്ത് മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യും. സത്യത്തിനും ന്യായത്തിനും നീതിക്കുമായിട്ടുള്ള ഒരു കാര്യവും ഇന്ന് രാജ്യത്ത് നടക്കുന്നില്ല. ഖത്തറും അമേരിക്കയും ഇവരൊക്കെ കൂടി ഒന്ന് ചർച്ച ചെയ്ത് ഒരു ബൗണ്ടറി ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ നിർത്തുക എന്നല്ലാണ്ട് അവിടെയൊക്കെ വലിയ ബിൽഡിങ്ങുകൾ നിരത്തി പണിയുക അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞാൽ ആളുകൾക്കത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് മെനക്കെട്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് അമേരിക്കയുടെ ഈ നിലപാടിനോട് പ്രതികരിക്കുന്നത്? ആദ്യം ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം പറയട്ടെ.
ഒരു 11 ലക്ഷം റോഹിംഗ്യൻസ് ഇവിടെ കയറിയിട്ടുണ്ട്, അവരെ പറഞ്ഞയക്കണം. 85 ലക്ഷം ബംഗ്ലാദേശികളുണ്ട്, അവരെ പറഞ്ഞയക്കണം. 1,40,000 പാകിസ്ഥാനികളുണ്ട്, അവരെ പറഞ്ഞേക്കണം. നമ്മുടെ കേരളത്തിൽ വരെയുണ്ട്. പിന്നെ ആരോ പറഞ്ഞു കേട്ടു ട്രംപിന് എന്താ കാര്യം അവിടെ, ഇവിടെ നമ്മുടെ ഇറാൻ എന്തായിരുന്നു കാര്യം അവിടെ? ഇറാൻ എന്തിനാ അവിടെ ഇടപെട്ട് അവിടെ ബോംബിട്ടത്? കിലോമീറ്റർ ദൂരെ കിടക്കുന്ന പിന്നെ ലെബനോനിലെ ഹിസ്ബുള്ളക്ക് എന്തായിരുന്നു കാര്യം അവിടെ? പോയി പണി നോക്കാൻ പറ. ട്രംപ് എന്തെങ്കിലും ചെയ്യെങ്കിൽ അവരെ അടിച്ചു ഓടിക്കണം. ബാക്കിയുള്ള രാജ്യക്കാരെല്ലാം കൂടെ എടുക്കട്ടെ, കുറേശ്ശെ 9 പിന്നെ അറബി രാജ്യങ്ങളുണ്ട്, എല്ലാവരും കൂടെ കുറേശ്ശെ വീതിച്ചെടുക്കട്ടെ. ശരി ശ്രീരാജൻ, അങ്ങനെയല്ല ഒരു രാജ്യത്ത് ഇത്തരം വിഷയങ്ങളിൽ താങ്കൾ സ്ഥിരം പറയുന്ന പോലുള്ള സത്യതകൾ പറയാൻ കഴിയുന്ന ഒരു വിഷയം കൂടി അല്ല ഇത് എന്നത് കൂടി ഓർക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. ട്രംപിന്റെ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നു ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടുത്തെ ജനങ്ങളെയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിക്കുമെന്ന്? നമസ്കാരം സാറേ. നമസ്കാരം. അമേരിക്ക ഒരു രാജ്യത്തോടും അവർക്ക് ഒരു സ്നേഹവും ഇല്ല. അവരുടെ ആയുധങ്ങളൊക്കെ ചെലവാക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അതായത് ഒരു 100 വർഷത്തെ ചരിത്രം അമേരിക്കയുടെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്കൊരു രാജ്യത്തോടും താല്പര്യമില്ല. അവരുടെ ആയുധങ്ങൾ ചെലവാകണം, അതിനുള്ള ഒരൊറ്റ പരിപാടിയാണ് ഈ നടത്തുന്നത്. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അസ്ലമാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ അസ്ലം, ട്രംപ് ആവർത്തിച്ചു പറയുന്നു ഗാസ ഏറ്റെടുക്കുമെന്ന്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തെ തന്നെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് കാശ്മീരിന്റെ വിഷയത്തിൽ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം നമ്മൾ ഒരിക്കലും നമ്മുടെ കാശ്മീർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, സ്വന്തം ജീവൻ പോയാലും ശരി. അതേപോലെ തന്നെ അവരുടെ രാജ്യം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഇവര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇവരങ്ങ് മാറിപ്പോയാൽ പറയാം. ഇത്രയും പേരെ, ഇത്രയും ജനതയെ കൊന്നൊടുക്കിയിട്ട് പോലും അവര് സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അന്നപ്പം ആ രാജ്യം വിട്ടുകൊടുക്കാൻ അവര് തയ്യാറല്ല. പിന്നെ ട്രംപ് കാണിക്കുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടുള്ള പരിപാടി പോലെയാണ് ട്രംപ് കാണിക്കുന്ന പരിപാടി. ഇതാണ്. ഹലോ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിൽ വന്ന ചില അഭിപ്രായങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. സാർ, ഒരു ഭാഗം മാത്രം പറയരുത്, 2 രാജ്യങ്ങളും കുറ്റക്കാരാണ്, ന്യൂസ് ചാനൽ പക്ഷം പിടിക്കരുത് എന്നൊക്കെ പറയുന്നു. ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി പറയേണ്ടി വരും. ശ്രീ ഫിസ്ത സമയു, ക്രൈസ്തവ പ്രൊട്ടസ്റ്റൻ്റ് അമേരിക്കയും മുസ്ലിം പ്രൊട്ടസ്റ്റൻ്റായ ഒഹാബി സലഫി ഒതുക്കാൻ കത്തോലിക്കൻ ഗ്രീക്ക് ഓർത്തഡോക്സ് ട്രഡീഷണൽ സുന്നി വിഭാഗം സഖ്യം രൂപപ്പെടുന്നുണ്ടെന്നൊക്കെ റഫീഖ് പറയുന്നു. ശ്രീ മറ്റ് ചില അഭിപ്രായങ്ങളൊക്കെ മറ്റ് ചില ആളുകളെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളാണ്. ശ്രീ പത്മനാഭൻ കെ പറയുന്നു, പിണറായിയും ഗോവിന്ദനും കേരള നിയമസഭയിൽ ഗാസയ്ക്ക് അനുകൂലമായി പ്രമേയം അവതരിപ്പിച്ച് പൊതുയോഗം നടത്തി ട്രംപ് പിന്മാറുമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീ പത്മനാഭൻ, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. ലോകത്ത് ഏത് രാജ്യത്ത് യുദ്ധമുണ്ടായാലും ഏത് രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ വിഷയങ്ങളൊക്കെ സശ്രദ്ധം പഠിക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. അതിപ്പോൾ മാത്രമല്ല, സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ വലിയ സമരങ്ങൾക്കടക്കം കാരണമായിട്ടുണ്ടെന്നുള്ളത് സ്കൂൾ പാഠപുസ്തകത്തിലടക്കം താങ്കൾ പഠിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തെ അഭിപ്രായത്തിൽ ട്രംപ് നാളെ കേരള നിയമസഭ ഒരു അഭിപ്രായം പറഞ്ഞാൽ മാറുമോ മാറില്ലോ എന്നുള്ളതല്ല വിഷയം. അവിടെ അഭിപ്രായം പറയാനുള്ള ആർജവം ഒരു നിയമസഭയ്ക്ക് ഉണ്ടാവുക എന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ തെറ്റുമില്ല. അമേരിക്കയിൽ ഭ്രാന്തിന് ചികിത്സയില്ലേ എന്ന് ഹാരിസ് റഹ്മാൻ ചോദിക്കുന്നു. ട്രംപ് അഗസ്റ്റിൻ ഹെവിൻ റൊബല്ലോ പറയുന്നു ട്രംപാണ് ഹമാസ് ഭീകരർ ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു പിണറായി വിളിച്ചു പറഞ്ഞാൽ ട്രംപ് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഈ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണ് ചിലർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നതെന്ന്. സതീശൻ സുധാകരൻ പറഞ്ഞാൽ പോരെ കുമാര എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. ഈ 2 കൂട്ടരോടും ഒന്നും പറയാനുള്ളത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. കേരളം അഭിപ്രായം പറയുന്നത് ഈ 2 കൂട്ടരും ചേർന്നിട്ട് തന്നെയാണ് പലസ്തീൻ്റെ കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയുള്ള പാർട്ടികളാണ് ഈ 2 രാജ്യങ്ങളും. ഭീകരരെ ദയവായി പോരാളികളാക്കി മാറ്റരുതെന്ന് അഗസ്റ്റിൻ ഹെവിൻ റൊബല്ലോ പറയുന്നു. ദ ട്രൂത്ത് പറയുന്നു മുസ്ലിം രാജ്യങ്ങൾ അടിമകളായി ട്രംപ് പറയും പോലെ ചെയ്യുമെന്ന് ദ ട്രൂത്ത് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു. ജോയി ക്രിയേഷൻസ് പറയുന്നു ട്രംപ് 100% കറക്റ്റ് എന്നൊക്കെ പറയുന്നു. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണ്. ചിലർ സ്വന്തം പേരിലും ചിലർ വ്യാജ പേരുകളിലുമൊക്കെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. ശ്രീ സലീമാണ് ഓച്ചിറയിൽ നിന്നാണ്. ശ്രീ സലീം, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സലീം കേൾക്കാമോ? ശ്രീ സണ്ണിയാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സണ്ണി, താങ്കൾ UK എവിടെയാണ്? ഞാൻ UK ശരി, താങ്കൾ ഒരുപാട് കാലമായി അവിടെ താമസിക്കുന്ന ആളാണോ? ഞാൻ കുറെ വർഷമായി, 10 വർഷത്തിന് മേളിലായി. ശരി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം.
എനിക്ക് തോന്നിയ ട്രംപ് എന്ന് പറയുന്ന ആള് അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹത്തെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അയാള് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു എങ്കിലും അദ്ദേഹം പറയുന്നിടത്തേക്കാണ് അദ്ദേഹം ലോകത്തെ കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസ ഏറ്റെടുക്കും എന്നാദ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഏറ്റെടുക്കും എന്ന ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ട്രംപ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്? ലോകം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഹോസ്റ്റേജ് ഡീലിന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ വരച്ച വരയിൽ നിർത്തി ഡീലിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ ഗാസ ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ ഒരു സംഭവം നമ്മൾ കാണേണ്ടത്, ആദ്യഘട്ടത്തിൽ ഗാസയെ ടെമ്പററി അവിടുത്തെ ആൾക്കാരെ പാലസ്തീനികളെ മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു അത് സാധിക്കുമോ സാധിക്കില്ല, അതിന്റെ പ്രാക്ടിക്കാലിറ്റി ആയിരുന്നു ലോകം ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം അത് നടക്കില്ല എന്ന രീതിയിലേക്ക് പറഞ്ഞപ്പം ഒന്നുകൂടി കടത്തി അടുത്ത ഘട്ടത്തില് ട്രംപ് പറയുന്നത് തിരിച്ചു വരാൻ അവരെ അനുവദിക്കില്ലെന്നാ. അപ്പൊ എന്നായിരിക്കും അടുത്ത ഡിമാൻഡ് എന്നറിയാവോ? ഇനി അദ്ദേഹം പറയുന്നിടത്തേക്ക്, ആദ്യം പറഞ്ഞിടത്തേക്ക് ലോകം തിരിച്ചെത്തും. അതായത് ട്രംപ് അത് ഏറ്റെടുക്കുകയും അവിടെ വൃത്തിക്ക് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാക്കി ആ ജനത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന പൊസിഷനിലേക്ക് താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അത്തരം ഒരു കച്ചവടക്കാരന്റെ ബുദ്ധി തന്നെ ആയിരിക്കും ട്രംപ് പലപ്പോഴും ഉപയോഗിക്കുക. അത് തന്നെയാണ് പല സ്ഥലത്തും ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. ട്രംപ് ഇന്ന് വരെ വിജയിക്കുവാണ്, അദ്ദേഹത്തിന്റെ എല്ലാ വാദഗതികളിലും വിജയിക്കും. അതെ, ശരിയാണ്. അത്തരം ആളുകളുടെയൊക്കെ വാദഗതികൾ ലോകത്താകമാനം ഇത്തരം ആളുകളുടെയൊക്കെ വാദഗതികൾ വിജയിക്കുക, ഇത്തരം ആളുകളൊക്കെ അധികാരത്തിലേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അല്ല, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 50 ബില്യൺ രൂപയുടെ USAID അദ്ദേഹം നിർത്തലാക്കി. അത് അദ്ദേഹം നിർത്തലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാൻ എന്തായിരിക്കും? അത് പൂർണ്ണമായി നിർത്തലാക്കാനല്ല, അത് ഒലിച്ചു പോകുന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിന് തടയേണ്ടതുണ്ട്. അത് തന്നെയല്ല, ഇപ്പോ ലോകത്തിലെ മുഴുവൻ ന്യൂസ് മീഡിയ അദ്ദേഹത്തിനെതിരായിരുന്നവർ മുഴുവൻ US എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല പ്രേക്ഷകരും USA ഭയങ്കര ഒരു നെഗറ്റീവ് രാജ്യമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ നമ്മൾ 50 ബില്യൺ US പൈസ ചെലവഴിച്ച് അവര് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്നത് ഇതേ ലെഫ്റ്റ് വിങ് മീഡിയ ലോകത്ത് മുഴുവൻ ഇപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അദ്ദേഹമാണ് വിജയിക്കുന്നത്? കാരണം അയാൾ എന്തോരം വലിയ കാര്യമാണ്. ശരി, എന്തായാലും അത് ട്രംപ് അങ്ങനെ കാര്യത്തിലൊക്കെ വിജയിക്കുന്നുണ്ട്. ലോകത്ത് ഇത്തരം ഏകാധിപതികളും ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ പലപ്പോഴും വിജയിക്കാറുണ്ട്. അത് എല്ലാ കാലത്തേക്കും സ്ഥിരമായിരിക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ശ്രീ ജോർജ് കുട്ടിയാണ് പിറവത്ത് നിന്നും. ശ്രീ ജോർജ് കുട്ടി, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഭീകരപ്രവർത്തകർക്ക് ഉള്ള സജ്ജീകരണവും ഇസ്രായേലിനുള്ള സജ്ജീകരണവും രണ്ടും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, ഇസ്രായേലിനുള്ള സെറ്റപ്പ് ഹമാസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു രാജ്യങ്ങളും മിച്ചം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഭീകരപ്രവർത്തകന്റെ കയ്യിലേട്ട് അണുബോംബ് സഹിതമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ രാജ്യങ്ങളും കാണുകയില്ല, ഹമാസ് അല്ലാതെ വേറെ ആരും കാണുകയില്ല. അപ്പൊ കുറച്ചൊക്കെ മനുഷ്യത്വത്തോടു കൂടിയുള്ള ഒരു ചിന്താഗതിയാണ്. ജോർജ് കുട്ടി അതൊക്കെ സമ്മതിക്കുന്നു, താങ്കൾ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അതിന് അമേരിക്ക പോലെ രാജ്യം വന്ന് ആ രാജ്യം ഏറ്റെടുക്കും, അവിടുത്തെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് വികസിപ്പിക്കാന്ന് പറയേണ്ട കാര്യമുണ്ട്. ഏറ്റെടുക്കാം. അമേരിക്ക ഒരാൾക്കല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കണേ, ഈ ലോകത്തിൽ മുഴുവൻ അമേരിക്കക്കാരുടെ സഹായം ഉണ്ട്. ഈ അമേരിക്ക ലോകത്താകമാനം എവിടെയൊക്കെ സഹായിക്കുന്നുണ്ടോ അവിടെയെല്ലാം അമേരിക്കയുടേതായ അജണ്ടയും ഉണ്ട്. അല്ലല്ല, യുണൈറ്റഡ് നേഷൻസിനൊക്കെ അമേരിക്ക അമേരിക്കയുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും കൂടുതൽ വ്യവസായം നടത്തുന്ന ആളുകൾ, ലോകത്താകമാനമായിട്ട് വാണിജ്യ ബന്ധമുള്ള ആളുകൾ, അവരുടെ ഉത്തരവാദിത്തമല്ലേ ഇതൊക്കെ? സുഹൃത്തെ, ജാതികാരൻ പറഞ്ഞ അമേരിക്കയുടെ ശക്തി ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിനോ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിനോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബാക്കിയുള്ളവർ ഒറ്റ അങ്ങനെയൊന്നുമില്ല ശ്രീ ജോർജ് കുട്ടി. ഈ രാജ്യങ്ങളൊന്നും കയറി അമേരിക്കയുടെ കൂട്ട് ലോകത്തെല്ലായിടത്തും പോയി ലോക പോലീസ് ഒന്നും കളിക്കുന്ന രാജ്യങ്ങളല്ല. ആ മുസ്ലിം അല്ലാതെ വേറെ ഒരാളും വേണ്ട എന്നുള്ളതാണ് ഹമാസിന്റെ ഒക്കെ ചിന്താഗതി. അത് ഹമാസിന്റെ ചിന്താഗതി എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് അമേരിക്ക മഹത്തരമായ ഇടപെടലാണ് നടത്തുന്നതെന്നൊക്കെ ശ്രീ ജോർജ് കുട്ടി പറഞ്ഞാൽ ശക്തി ഈ ഹമാസിൽ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിൽ ഒരൊറ്റ ആളും ബാക്കി. ഹമാസിന് ആ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ഈ കളിക്ക് നിൽക്കില്ലല്ലോ, അല്ലെങ്കിൽ അമേരിക്ക ഈ കളിക്ക് നിൽക്കുമോ? അമേരിക്ക പറയുമോ അങ്ങനെ? അമേരിക്കയിലേക്ക് ഞൊഴഞ്ഞു കയറാൻ ചെന്നവനെ പിടിച്ച് തിരിച്ചു വിട്ടപ്പോൾ അതിനെ ന്യായീകരിക്കുന്നു. അതിന് അവനെ വിരുദ്ധകാരനായിട്ട് കൊണ്ടുവിടണോ? അതൊന്നുമല്ല ശ്രീ ജോർജ് വിഷയം. ശ്രീ ജോർജ് വിഷയം അതൊന്നുമല്ല. അത്തരം വിഷയങ്ങൾ ചർച്ച ഒരുപാട് ചർച്ചയുണ്ട്. നമ്മുടെ വിഷയം ആ ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറയുന്നത് ശരിയായ ഒരു നിലപാടാണോ? ട്രംപ് കാണിച്ച മോശമൊന്നുമല്ല, അവൻ വളരെ മാന്യമായിട്ട് തന്നെ ചെയ്ത് അവന്റെ രാജ്യത്തോട്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അത്തരം അഭിപ്രായം പറയുന്നു, താങ്കളുടെ അഭിപ്രായം അങ്ങനെ അതിനെ മാനിക്കുന്നു. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ കോട്ടയത്ത് നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ ബാബു, നമസ്കാരം. നമസ്കാരമുണ്ട്.
ഇത് ട്രംപിനെ പോലെ ഉള്ള ഒരു അമേരിക്കയിലെ ഇപ്പം നാലിരട്ടി ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഒരാളിനെ നമ്മൾ കേരളത്തിൽ ഇരുന്നെന്ന് പറയാൻ മന്ദബുദ്ധിയാണ്, അവന് വിവരമില്ല, ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിക്കാനുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ച ശ്രീ രവീന്ദ്രൻ അങ്ങനെ എത്രയോ പേർ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതുകൊണ്ട് അവരെല്ലാം ചെയ്ത് നന്നാന്ന് പറയാൻ കഴിയുമോ? അവർ ചെയ്ത മോശം ഉണ്ടെങ്കിൽ അങ്ങനെ മോശമാണെന്ന് തന്നെ പറയും. എന്റെ കിരൺ സാറ്, ഈ ട്രംപിനെ പോലെയുള്ള ഇപ്പൊ മുരളി പറഞ്ഞ പോലെ ട്രംപിനെ പോലെയുള്ള ഇസ്രായേലിനെ പോലെയുള്ള രാജ്യമൊന്നും ഇല്ലായിരുന്നുണ്ടല്ലോ നമ്മളൊക്കെ ഇവിടുന്ന് ഇപ്പൊ പണ്ട് ആട് കിടക്കട്ടെ നമ്മളെയൊക്കെ നമ്മളെ ഒന്നും അങ്ങനെ അമേരിക്ക വലിയ സഹായമൊന്നും വലിയ ഘട്ടത്തിലൊന്നും ചെയ്തിട്ടില്ല. അമേരിക്ക പല ഘട്ടത്തിലും ഇന്ത്യക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ്. ചില ഘട്ടത്തിലൊക്കെ അമേരിക്ക ഇന്ത്യക്ക് അനുകൂലമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ കൂടെ താല്പര്യം വെച്ചാണ്. നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ടല്ലോ തീവ്രവാദത്തെ അടിച്ചമർത്തണമെന്ന്. ചുമ്മാ ഉറങ്ങിക്കിടന്ന ഹമാസ് രാജ്യത്തിലെ ഹമാസ് കൊണ്ട് നമ്മുടെ ചോദ്യം അതല്ല ശ്രീ രവീന്ദ്രൻ. ഈ ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറയുന്നത് ശരിയാണോ? ഇപ്പൊ ഇന്ത്യയിൽ വന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ടെന്ന് പറയുന്നത്, എന്നാൽ പിന്നെ ഞങ്ങൾ ആ തർക്കമുള്ള സ്ഥലം ഞങ്ങളങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന നമ്മൾ അംഗീകരിക്കുമോ? സാറേ, അവിടെ സമാധാനം വരുമെങ്കിൽ ഏറ്റെടുക്കട്ടെ. അല്ല, ഞാനതാ ചോദിച്ചു. അങ്ങനെ നിരന്തരമായി ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് തർക്കമുണ്ട്, ആ തർക്കമുള്ള സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് നന്നാക്കിക്കോളാം എന്ന് പറയാൻ നമ്മൾ സമ്മതിക്കും? അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ മണിപ്പൂരിനെ പറ്റി നമ്മൾ പറയുന്നില്ല. മണിപ്പൂരിൽ നടക്കുന്ന സംഭവമില്ലേ, കണ്ടോ? അത് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ പട്ടണത്തെ ഇറങ്ങി അങ്ങോട്ട് അടിച്ചമർത്തി അത് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മണിപ്പൂർ ഇന്ത്യക്കകത്തല്ലേ, അവരുടെ സമാധാനം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ കഴിയാതെ പോയതിന് ആരുടെ കുറ്റമാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നു. ഒരെണ്ണത്തിന് ചിലപ്പോൾ 10-100 ചാവുന്നുള്ളൂ, അടിച്ചമർത്തി പട്ടാളത്തെ ഇറക്കി അങ്ങോട്ട്. പക്ഷെ ആ കലാപത്തിന് നേതൃത്വം നൽകുന്നതിൽ ഒരു വിഭാഗത്തിനെ സഹായിക്കുന്നത് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ബിജെപിയുടെ നേതാവാണ്. ശരി, അവിടെ പ്രശ്നം ഇല്ലാതെയാക്കണേ എന്ന് പറഞ്ഞാല് ട്രംപ് ഇടപെട്ട് ആ പ്രശ്നം അവിടെ തീർന്ന് അത് ഏറ്റെടുത്ത് തിരിച്ചങ്ങോട്ട് കൊടുക്കണം, തിരിച്ചു കൊടുത്തേക്കണം. പക്ഷെ ഏറ്റെടുത്ത് പുള്ളിയെ കൊണ്ടൊക്കെ നടക്കുന്നുള്ളൂ. പുള്ളിയൊക്കെ നല്ലൊരു ഭരണാധികാരി. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് അങ്ങനെ മറ്റൊരു രാജ്യത്ത് താങ്കളുടെ വീടും അയലത്തെ വീടുകാർ തർക്കം ഉണ്ടായാൽ മൂന്നാമതൊരാൾ വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് നിങ്ങളുടെ വീട് ഒഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ താങ്കൾ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കും? അങ്ങനെ നടക്കുന്ന സംഭവം പറഞ്ഞു തരട്ടെ കിരണ്ണൻ ഞാനും കൂടെ നമ്മൾ അയലോക്കത്ത് കിടന്നു, നമ്മൾ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുവാണേ. പോലീസ് വരികയല്ലേ, പോലീസ് വന്നിട്ട് നമ്മൾ ലോക പോലീസൊന്നും അല്ല ശ്രീ രവീന്ദ്രൻ. അമേരിക്ക അതൊരു സാമ്പത്തിക താല്പര്യമുള്ള ഒരു രാജ്യം, അവരുടെ സാമ്പത്തിക താല്പര്യത്തിലൂടെ ഇടപെടുന്ന രാജ്യം. അതെ, അവരുടെ ഇന്ത്യയോട് കാണിച്ച രീതിയാണ് താങ്കൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ദിവസം. അല്ല, മറ്റുള്ള നമ്മളിവിടെ കിടന്ന് രണ്ടു കൂട്ടരും കൂടെ അടി വെച്ചോണ്ടിരുന്ന കാര്യം നടക്കുമോ? അടി പരിഹരിച്ചാൽ മതി. ഐക്യരാഷ്ട്രസഭയില്ലേ, അവർ പരിഹരിക്കും. അല്ലെങ്കിൽ പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇടപെടാം, അതൊരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ ഭൂമി കവർന്നെടുത്തല്ല, അവരുടെ അവകാശം കവർന്നെടുത്തല്ല ചെയ്യേണ്ടത്. ശ്രീ സുബ്രഹ്മണ്യനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. ട്രംപിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വളരെ ശക്തിമാനാണ്. അദ്ദേഹം അമേരിക്ക എങ്ങനെയെങ്കിലും പുഷ്ടിപ്പെടുത്തണം എന്നുള്ള തലയ്ക്കാണ് പോകുന്നത്. ഇത് മാത്രമല്ലല്ലോ പറഞ്ഞു, ഗ്രീൻലാൻഡ് ആയിട്ട് എടുക്കെന്ന് പറഞ്ഞു, കനഡയെ സ്വന്താക്കെന്ന് പറഞ്ഞു, ഗൾഫ് ഓഫ് പനാമയുടെ പേര് മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി. അപ്പോൾ ശക്തിയുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അഭിപ്രായം പറയാൻ തെറ്റാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്താ കിരണ, എനിക്ക് കേട്ട് ചിരിയാണ് വരുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്തിനാണ് ചിരി വരുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ഭാഷയുണ്ട്, വലിയ ഒരു പണ്ടുള്ള ഭാഷയാണ് ചെണ്ടന്മാരുടെ ചെറുപ്പത്തിൽ. അതായത് വലിയ വലിയ വീടുകളിൽ കല്യാണവും ഇതൊക്കെ നടക്കുന്നു. ഇവിടെ ഭക്ഷണം തിരക്കി വന്ന ഈ അയ്യോവാക്കാർ തമ്മിൽ ഇടിവീഴണമെന്ന് പറഞ്ഞ പോലെ വലിയൊരു രാജ്യക്കാർ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ചേർത്ത് നമ്മുടെ 1 മണിക്കൂർ നഷ്ടപ്പെടുന്ന പോലും അവരാരും അറിയുന്നില്ല. അറിയാൻ വേണ്ടിയാണോ ശ്രീ ശശിധരൻ ലോകത്ത് എന്തെല്ലാം കാര്യത്തിന് നമ്മൾ ഇടപെടുകയും നമ്മൾ ആ വിഷയത്തിൽ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നു? എന്റെ ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ ഇക്കാര്യം? നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ കിടന്നവരാണ്. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് എങ്ങനെയാണ് കേരളത്തിലെ സമരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായെന്ന് അറിയില്ലേ? ലോകത്തിന്റെ പല രാജ്യങ്ങളിലും നടക്കുന്ന മാറ്റങ്ങളെ, തുർക്കിയിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മളിവിടെ ആ കാലം മുതലേ അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അഭിപ്രായം പറയും, പറയാം. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും ട്രംപിനെ തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അഭിപ്രായം പറയണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞോ, ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ പോയി നമ്മുടെ ഇവിടെ അങ്ങനെയല്ലോ. നമ്മൾ 1 മണിക്കൂർ പോയി എന്നുള്ളതല്ലേ, നമ്മൾ ലോകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും അതിൽ ചിന്തിക്കുകയും അതിൽ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ഒക്കെ വേണ്ടേ? പക്ഷെ നിഷ്ഫലമായ ചർച്ചകൾ അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ശരി, അങ്ങനെ വരുന്നും നിഷ്പ്രഭമല്ല ശ്രീ ശശിധരൻ. ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുകയും പഠിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ലോകക്രമം ഇങ്ങനെയൊക്കെ പോകുന്നത്. അല്ലാതെ എൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അഭിപ്രായം പറയാൻ കഴിയാതാവുകയും സ്വാഭാവികമായും ഇത്തരം അധികാരമുള്ളവർ ലോകത്തെ കീഴടക്കുകയും ഒക്കെ ചെയ്യും. അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ, ജനാധിപത്യം ഇങ്ങനെയൊക്കെയാണ് വളരുന്നത്. ശ്രീ രാജീവാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ രാജീവ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമുക്കത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ശരിയാണ് വരുന്നത്. ഈ ട്രംപ് ഒന്നുകിൽ ഒരു വിഡ്ഢികളുടെ രാജാവായിട്ട് ഇരിക്കുകയാണ്. ലോക ശ്രദ്ധയിൽ ഞാനിതാ തകർന്നു കിടക്കുന്ന ആളുകളെയും അത് രാജ്യങ്ങളും ഏറ്റെടുത്തിട്ട്
ഞാൻ രണ്ടാമതും തിരിച്ചു വന്നു, എന്നിട്ട് ലോകത്തെ മൊത്തം രക്ഷിക്കാനുള്ള ഒരു വിഡ്ഢികളുടെ രാജാവായി മാറിയിരിക്കാനും സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ലോകത്തിന് മുന്നിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിക്കുള്ള നീക്കമാണ്. കാരണം ഇപ്പൊ ഗാസ എന്ന് പറഞ്ഞ സ്ഥലം ആകെ തകർന്ന് തർപ്പണമായി മണ്ണടിഞ്ഞ് കിടക്കാണല്ലോ. അവിടുത്തെ ജനങ്ങൾക്ക് ബാക്കി ജീവിച്ച് ഇപ്പുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. ധർമ്മത്തിന് പോകാൻ പോലും മാർഗ്ഗമില്ലാത്ത അവസ്ഥയാണ് അവിടെ, അല്ലേ? അത്തരം ഒരു സാഹചര്യത്തില് ശരിയാണ്, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ അത്തരം സാഹചര്യത്തില് ഇത്രയും ഈ ജനങ്ങളെയൊക്കെ പതുക്കെ അമേരിക്കയിലേക്ക് പതുക്കെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊടുന്നിറക്കി ലാസ്റ്റ് ചുളിവിൽ ഗാസ ഇങ്ങ് പിടിച്ച് അടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ യൂട്യൂബിൽ ചിലർ കൂടി അഭിപ്രായം പറയുന്നുണ്ട്. രവീന്ദ്രൻ കോട്ടയമാണ്, ഉമേഷ് പാല ആണ് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി. ഉമേഷ് പാലയും രവീന്ദ്രൻ കോട്ടയത്തു നിന്ന് വിളിക്കുന്ന ആളും ഒരാൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ചിലരൊക്കെ അങ്ങനെ പേര് മാറ്റിയൊക്കെ വിളിക്കാറുണ്ട് സ്വന്തമായി. ചില അതിൽ ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് ഇതുപോലെ വിലങ്ങിട്ട് വിസയില്ലാത്തവരെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടിരുന്നെങ്കിൽ ഇവിടെ അമേരിക്കയെ ന്യായീകരിക്കുന്നവർ എന്ത് പറയുമായിരുന്നു എന്ന് ശ്രീ ഷാജി ഭാസ്കരൻ ചോദിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഹമാസ് എന്ന ഭീകരരെ ന്യായീകരിക്കാൻ നാണമില്ലേ എന്ന് കൃഷ്ണദാസ് ചോദിക്കുന്നു. ശ്രീ എസ് പാലാ ബിഷപ്പ് ഭൂമി മറ്റെന്തോ അവിടുത്തെ പ്രാദേശികമായ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണമാണ്. നിങ്ങളുടെ നിങ്ങളുടെ നിലപാട് കൊള്ളാം, എന്ന് ചിരിക്കുന്നു, നല്ലതല്ലേ എന്നൊക്കെ പറയുന്നു. ജോയി ക്രിയേഷൻസ് ആണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ നിലപാട് എന്തായാലും ഞാൻ വ്യക്തമായി തന്നെയാണ് പറയുന്നത്, അതിൽ സംശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. ശ്രീമതി ശ്രീലേഖയാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീമതി ശ്രീലേഖ, താങ്കൾ എങ്ങനെയാണ് ഈ ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, അടുത്ത 22 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, നമുക്കിപ്പോ എന്താണ് ആവശ്യം? ലോക സമസ്ത സുഖിനോ ഭവന്തു, അതാണ് നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാട്. ഇതിപ്പോ വളരെ മോശപ്പെട്ട കാഴ്ചപ്പാടാണ്. ഇവിടെ ഹിന്ദുക്കളോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്നല്ല ആവശ്യം. ജനങ്ങൾ നന്നായിട്ട് സമാധാനത്തിൽ ജീവിക്കണം. ഇത്തിരി USA എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകത്തിനെ മുഴുവൻ വരുതിയിലാക്കാം, ഞാൻ പറഞ്ഞാൽ പേടിക്കും എന്നുള്ളത് മനോഭാവം നല്ലതല്ല. പൈസ കൊടുത്ത് നമ്മൾ കടം മേടിച്ചിട്ട് നമ്മുടെ വീട് വേണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അത് നല്ല പ്രവൃത്തിയല്ല. എപ്പോഴും ഒരു എനിക്ക് വേണം, നാളെ ചിലപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം എനിക്കുള്ള ചില വട്ടിപ്പലിശക്കാരൊക്കെ അത്യാവശ്യത്തിന് കുറച്ച് പണം തന്നിട്ട് പിന്നീട് അവസാനം നമ്മുടെ ഭൂമിയും വീടും നമ്മുടെ വീട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അതുപോലെ പെട്ടെന്ന് എടുത്തു ചാടി അങ്ങനെ സഹായം ആര് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സഹായം മേടിക്കുന്നത്. ഒരു സൗഹാർദ്ദം അങ്ങനെ രാജ്യങ്ങളെല്ലാവരും തമ്മിൽ. അത് നാളെ ഇങ്ങനെ വലിയ താരിഫും അതും ഇതും നികുതിയൊക്കെ നമ്മളെടുത്തുനിന്ന് മേടിച്ച് നമ്മളെ പേടിപ്പിച്ച് നിർത്തി ഈ രാജ്യം എന്റെയാണ് കേട്ടാ, ഞാൻ നിങ്ങളെ സഹായിച്ചു, ആ രാജ്യം എന്റെയാണ്, അത് നല്ലതല്ല. അതൊരു സമ്പന്നനെ കണ്ടിട്ട് നാളെ എന്താ പറയാ മാർസും ജൂപ്പിറ്ററും നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ എന്റെ എന്ന് പറഞ്ഞ് ശരിയാവില്ലല്ലോ. അപ്പൊ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ആനന്ദനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ആനന്ദൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷൻ എന്തായാലും അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പോ ടോട്ടലി ഇനിയിപ്പോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യമാണ്, ട്രംപ് അയാൾ പറയുന്ന പോലെ ചെയ്യും. പിന്നെ അറിയാലോ, USA അവരുടേതായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് അവർ മൂവ് ചെയ്യും. പിന്നെ ഇപ്പോ ട്രംപ് വന്നതിന് ശേഷം ഏകദേശം 2000 ബോംബ്സ് ഇവർക്ക് ഇസ്രായേലിന് ഇങ്ങനെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത് ഇപ്പൊ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ സപ്ലൈങ് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അതും വെച്ചിട്ട് നെതന്യാഹു അവരെ ചെയ്യും. പിന്നെ വിത്തിൻ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് അറിയാലോ, ഇറ്റ് ഇസ് നോബഡി. ഇപ്പൊ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം പല രാജ്യങ്ങളും നിർത്തലാക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലും അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഫണ്ടിങ് എല്ലാം നിർത്തലാക്കി. പിന്നെ സോ വിത്തിൻ ഇപ്പൊ ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങൾ ഈ ഗാസയിലുള്ള അഭയാർത്ഥികളെ പലസ്തീനുകളെ എടുക്കുന്നില്ല. അവർക്ക് പണ്ട് 1970s കിട്ടിയ പാഠമായിരിക്കും മേ ബി ഡ്യൂ ടു ദാറ്റ്. അപ്പോ വിത്തിൻ എ ഡെക്കേഡ് ഓർ സോ ഒട്ടുമിക്ക 90% ഗാസയിലുള്ള ഇപ്പോഴത്തെ സിവിലിയൻസും ഡിസ്പ്ലേസ്ഡ് ആവും. ആൻഡ് ഇപ്പം ട്രംപ് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു എക്കണോമിക് കൊറിഡോർ ഒക്കെ പോലെ ഉണ്ടാക്കുമെന്നാണ്. ബട്ട് കണ്ടറിഞ്ഞ് തന്നെ കാണണം അവിടെ എന്താ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും. ശരി, ശ്രീ ബാബു ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ശരി, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ പൊതുവേദിയിൽ പ്രതികരിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. പൊതുവെ കേരളം ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതുതന്നെയാണ്. അങ്ങനെ ഒരു രാജ്യത്ത് പോയി ആ രാജ്യം പിടിച്ചെടുക്കുകയല്ല വേണ്ടത്. അമേരിക്കയുടെ അത്തരം നിലപാടിനെതിരായ വികാരമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ചുരുക്കം ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെയല്ല, അമേരിക്ക എന്തോ ആ നാടിനെ നന്നാക്കാൻ വേണ്ടി അവർ ബോധപൂർവം ചെയ്യുന്നതാണ്, അത് നന്നാക്കണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായാലും അത് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തന്നെയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.